സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർക്ക് പകരം സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കണമെന്ന സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഓണപരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവം. പൊതുവിദ്യാഭ്യാസ വകുപ്പും പൊതുഭരണ വകുപ്പും വ്യത്യസ്ത ഉത്തരവ് ഇറക്കിയതിനാൽ വീണ്ടും ആശങ്കയിലാണ് അധ്യാപകർ. ജനസംഖ്യാ വിവരശേഖരണത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും വ്യത്യസ്ത ഉത്തരവുകൾ പുറത്തിറക്കിയതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. ആദ്യഘട്ടത്തിൽ സ്കൂൾ സമയത്തിനു ശേഷമോ ശനി ഞായർ ദിവസങ്ങളിലോ സെൻസസ് ജോലി ചെയ്യണമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. അതിന് പകരമായി 8 കാഷ്വൽ ലീവുകൾ അനുവദിക്കുമെന്നും അറിയിച്ചിരുന്നു. വ്യാപക പ്രതിഷേധമുയർന്നതോടെ പൊതുഭരണ വകുപ്പ് പുതിയ ഉത്തരവിറക്കി. ജൂലൈ 30 വരെ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം ഭാഗികമായോ അവധിയെടുക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പഴയ ഉത്തരവ് തന്നെ വീണ്ടും ഇറക്കിയതോടെ അധ്യാപകർ ആശയക്കുഴപ്പത്തിലായി. ഇതോടെ 18 ദിവസം വരെയാണ് അധ്യാപകർ അവധിയെടുക്കേണ്ടി വരിക. ഓണപരീക്ഷയ്ക്ക് 1 മാസം മാത്രം ശേഷിക്കെയാണ് ഈ അവധികൾ. ചില സ്കൂളുകളിൽ പകുതിയിലേറെ അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടി ഉള്ളതിനാൽ ക്ലാസുകൾ തടസ്സപ്പെടുമോ എന്നാണ് ആശങ്ക. ഏറ്റവും മിനിമം ആവശ്യം ഗവൺമെന്റിന് വലിയ ചെലവ് വരില്ല. ഈ 10 ദിവസം ഇവർ ഡ്യൂട്ടി എടുക്കുന്ന ദിവസങ്ങളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുക. അപ്പോൾ അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖല അവതാളത്തിലാക്കി സ്വകാര്യ മേഖലയെ വളർത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ധവളപത്രത്തിലും ബജറ്റിലും ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് വെക്കാനുള്ള വിമർശനം. 200 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കെയാണ് സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കുന്നത്. SSLC+2 വിദ്യാർത്ഥികളെയാണ് ഇതേറെ പ്രതികൂലമായി ബാധിക്കുക. മുൻകാലങ്ങളിൽ BLO ഡ്യൂട്ടിക്കായി അധ്യാപകരെ നിയോഗിച്ചപ്പോൾ താൽക്കാലിക അധ്യാപകരെ നിയമിച്ച് പ്രശ്നം പരിഹരിച്ച മാതൃക ഇത്തവണയും നടപ്പാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെ സർക്കാർ തീരുമാനമുണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.